പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഇത്തരം വികലമായ വാദങ്ങളെ ന്യായീകരിക്കാൻ അയാൾക്ക് മതിയായ ചാവേറുകളെ ലഭിക്കുന്നില്ല. അതല്ലെങ്കിൽ അയാളുടെ ഇത്തരം തെറ്റായ ആശയങ്ങളെ വെള്ളപൂശാൻ മതിയായ തൊഴിലാളികളെ ലഭിക്കുന്നില്ല എന്നൊരു വിമർശനം, ഒരു പരാതി നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ ആ പരാതി സ്വീകരിച്ചുകൊണ്ട് ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണത്? ഇത് നമ്മുടെ ഇബ്ലീസ് മൗലവിയാണ്. അയാൾ ഏതായാലും കളർ കുപ്പായക്കെട്ട് അദ്ദേഹത്തിന്റെ വേഷം കെട്ടലൊക്കെ കാണുമ്പോൾ തന്നെ തോന്നുന്നത് അയാൾ ഇന്ന് വെളുപ്പിച്ച് പേരോടിനെ ഒരു സൈഡാക്കുന്നുള്ളതാണ്. നമുക്കൊന്ന് കേട്ടു അയാൾക്ക് എന്താ പറയാനുള്ളത്. ഇബിലിസ് ത്വരീഖത്തിന്റെ ചാവേറായിട്ട് ഒരു പാൽക്കുപ്പി പയ്യൻ ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദ്യം ചെയ്യുന്നതാരെയാ? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെയൊക്കെയാണ്. സംഗതി വലിയ കോമഡിയാണ്. പാൽക്കുപ്പി ചുണ്ടിൽ നിന്ന് മാറ്റാൻ പ്രായമാകാത്ത ചെക്കനൊക്കെ എന്തോ കൊമ്പത്തെത്തി എന്ന് വിചാരിച്ചിട്ട് പേരോട് ഉസ്താദിനെയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇബ്ലീസ് മൗലവി താങ്കൾ ഇപ്പൊ ഇതിൽ ചെയ്തിട്ടുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചില പെയിന്റ് പണിക്കാരുണ്ട്. അവർ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി വരും. എന്നിട്ട് തെക്ക് വടക്ക് നടന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ചായന്റെ നേരമാകുമ്പോൾ ചായയൊക്കെ കുടിച്ച് ചോറിന്റെ നേരമാകുമ്പോൾ ചോറൊക്കെ തിന്ന് അതിന്റെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ ക്യാഷ് വാങ്ങി പോകുന്ന ചില തൊഴിലാളികളുണ്ട്. അവരുടെ അതേ പണിയാണ് താങ്കളും ചെയ്യുന്നത്. നിങ്ങൾ പേരോടിനെ കുറിച്ച് സംസാരിക്കൂ. പേരോടിന്റെ വികലമായ ആശയങ്ങളെ കുറിച്ച്, നിഴൽവാദത്തെ കുറിച്ച്, അതല്ലെങ്കിൽ ഹബീബായ തങ്ങളെ കുറിച്ച്, കുഴഞ്ഞു കിടക്കുന്ന വാപ്പയാണെന്ന് പറഞ്ഞതിനെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കും. അതല്ല ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാതെ നമ്മൾ പാക്കറ്റ് പാലാണോ അതല്ല ഇനി ബോട്ടിൽ വരുന്ന പാലാണോ കുടിക്കൽ എന്നൊക്കെയാണോ ചർച്ച ചെയ്യേണ്ടത്? നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ നാട്ടിലൊന്നും ഈ ചായക്കും കോഫിക്കൊന്നും ആളുകൾ ബോട്ടിലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലുകളൊന്നും ഉപയോഗിക്കാറില്ലേ? ഇനി അതല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത് ചെറിയ പ്രായമാണ്, പാലുകൂടി മാറാത്ത പ്രായമാണെന്നൊക്കെ ആണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 10-25 വയസ്സായി. അൽമറു യഖീസു അലാ നഫ്സിഹി എന്നാണല്ലോ. ഓരോരുത്തരും അവരവരുടെ സാഹചര്യങ്ങളെ വെച്ചിട്ടാണ് മറ്റുള്ള കാര്യങ്ങൾ തുലനം ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ 25 വയസ്സിലും പാൽ കുടിച്ച് നടക്കലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾ ഈ പാലുകൂടി നിർത്തിയത്? ഇനി അതിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചില കുറവുകൾ, പക്വതക്കുറവ്, അന്തല്ലായ്മ, അതൊക്കെ നിങ്ങൾക്ക് നല്ലോണം കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് അനുഭവപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് പേരോടുത്താദിനെ കുറിച്ചാണെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട പേരോടുത്താദിനെ കുറിച്ചാണെന്നുള്ളതാണ്. അതൊക്കെ നിങ്ങൾക്കാണ് ഇബ്ലീസ് മൗലവി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പേരോട് ഉസ്താദാകുന്നത് നിങ്ങൾക്കാണ്. ഞങ്ങൾക്ക് അയാൾ വെറും നിഴൽവാദിയാണ്. ആദർശപരമായി ഒന്നിനും കഴിയാതെ കുഴഞ്ഞു കിടക്കുന്ന ഒരാളാണ് ഞങ്ങൾക്ക് പേരോട് മൗലവി. ഇബ്നു തൈമിയെ പോലെ, KM മൗലവിയെ പോലെയേ ഉള്ളൂ. അതൊന്നും അത്ര വലിയ പ്രശ്നമാക്കാനൊന്നുമില്ല. പിന്നെ പ്രായത്തിന്റെ കാര്യമൊക്കെ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ എങ്ങനെയാണ് വളർത്തുന്നത്? ചെറുപ്പം മുതൽ തന്നെ KM മൗലവിയെ കുറിച്ചും അതുപോലെ ഇബ്നു തൈമിയെ കുറിച്ചും അവരുടെ തെറ്റായ നിലപാടുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിച്ചെന്നല്ലേ നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുന്നത്. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ എല്ലാ അസുലും ഫസലും ചെന്നെത്തുന്ന സ്ഥലമാണല്ലോ ഇബ്ലീസ്. ആ ഇബ്ലീസിന്റെ പേര് കേട്ടാൽ നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾ വരെ ചൊല്ലല്ലോ ലാനത്തുല്ലാഹി അലൈഹി എന്ന്. ആ ഇബ്ലീസിനേക്കാൾ വലിയ പ്രായമൊന്നും നിങ്ങൾ ഈ പറയുന്ന പേരോടുത്താതിനില്ലല്ലോ. അതുറപ്പാണല്ലോ. അതൊക്കെ ആ നിലക്ക് എടുത്താൽ മതി. ഈ നാട്ടിൽ നടക്കുന്ന സകലമാന വിഷയങ്ങളിലും ഇടപെട്ട് നാട്ടുകാരെ മുഴുവനും മാനവികതയും മനുഷ്യത്വവും അതുപോലെ തന്നെ സംസ്കാരവും പഠിപ്പിക്കുന്ന ആളാണല്ലോ നിങ്ങൾ. ആ നിങ്ങൾക്ക് പോലും ആശയപരമായ ആദർശപരമായ ഒരു വിമർശനത്തോട് പ്രതികരിക്കേണ്ടി വരുമ്പോൾ മറുഭാഗത്ത് വരുന്ന ആളുടെ പ്രായവും അതല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും രോമങ്ങളുടെ അളവൊക്കെ നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത് നിങ്ങൾ പേരോടിന്റെ അടുക്കള പണിക്കാരനായതുകൊണ്ടാണ്. നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലേക്ക് വരി. ഇവിടെ ആശയമാണ്, ആദർശമാണ് പ്രധാനം. ഇവിടെ അത് മാത്രമേ ഉള്ളൂ വിഷയം. ഇവിടെ ഇബ്ലീസ് മുതൽ ഇബ്നു തൈമിയയും ഇബ്നു അബ്ദുൽ വഹാബും KM മൗലവിയും പേരോട് മൗലവിയും ഉൾപ്പെടെയുള്ള ആളുകളെ അയാളുടെ ചാവേറുകളായി സോഷ്യൽ മീഡിയയിൽ വരുന്ന നരിന്തികളെ വരെ ഇവിടെ കൈകാര്യം ചെയ്യപ്പെടും. ആശയപരമായി, ആദർശപരമായി മാത്രം. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കാത്തത് നിങ്ങളുടെ കയ്യിൽ ആദർശമില്ലാത്തതുകൊണ്ടാണ്, ആശയമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അതാണ് നിങ്ങളുടെ വിഷയം എന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ, അല്ലെങ്കിൽ ക്ഷമിക്കല്ലാതെ മറ്റൊരു വഴിയില്ല.